ഒരു 50,000 രൂപ ലോണിലോട്ട് പ്രീപേ ചെയ്തു. അവിടെ നോക്കിയുണ്ടാവുന്നത് നമ്മുടെ ടെന്വർ 20 വർഷമായിട്ട് കുറയും. 25 വർഷത്തെ ലോൺ 20 വർഷം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പലിശ ഇനത്തിൽ നമുക്ക് 11,62,449 രൂപ ലാഭിക്കാൻ സാധിക്കും. ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 25 വർഷത്തെ ഹോം ലോൺ 17 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യും. അതിലൂടെ നമുക്ക് 18,57,010 രൂപ നമുക്ക് പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കും. 40 ലക്ഷവും 50 ലക്ഷവും ഹോം ലോൺ എടുത്തതിന് ശേഷം ജീവിതത്തിന്റെ മെജോറിറ്റി കാലഘട്ടം ഹോം ലോൺ അടച്ചു വീട്ടാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന മലയാളികളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനേക്കാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 25 വർഷത്തെ ഹോം ലോൺ എങ്ങനെ 10 വർഷം കൊണ്ട് അടച്ചു വീട്ടാം. അതിനുശേഷം ഒരുപാട് വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് എനിക്ക് ലഭിച്ചത്. പലരും പ്രീപേയ്മെന്റിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞു, ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നിട്ടും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ലക്ഷങ്ങളാണ് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും കളയുന്നത്. ഞാൻ പ്രീപേയ്മെന്റിന്റെ കാര്യം ഇതിനേക്കാൾ മുമ്പ് ഉള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് പലരും പ്രീപേയ്മെന്റ് ചെയ്തതിന് ശേഷവും EMI സെയിം എമൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീപേയ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ ടെന്വർ കാലാവധി നമുക്ക് കുറയ്ക്കാം. 25 വർഷം എന്ന് പറയുന്നത് 15 വർഷമോ 17 വർഷമൊക്കെ ആയിട്ട് അവിടെ കുറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 10 വർഷമായിട്ട് കുറയാം. അത് നമ്പർ 1. നമ്പർ 2, ചിലവര് പ്രീപേയ്മെന്റ് നടത്തുന്നു. ദെൻ ബാങ്ക് പറയാണ് നിങ്ങൾ പ്രീപേയ്മെന്റ് നടത്തിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ EMI ഇപ്പൊ 35,000 രൂപയാണ് ഉള്ളതെങ്കിൽ ഇനി നിങ്ങൾ 33,000 രൂപ അടച്ചാൽ മതി. അത്രത്തോളം പ്രീപേയ്മെന്റ് നടത്തിയത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ചേഞ്ച് ആണ്. അപ്പോൾ പലർക്കും സന്തോഷം വരാണ്. പ്രീപേയ്മെന്റ് നടത്തിയത് കൊണ്ട് തന്നെ നമുക്ക് EMI എമൗണ്ട് അവിടെ കുറഞ്ഞുല്ലോ, ആശ്വസിക്കാം. ഇനി അടുത്ത മാസം 33,000 രൂപ EMI ആയിട്ട് അടച്ചാൽ മതി എന്നുള്ളത്. അപ്പോ ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? പലർക്കും പ്രീപേയ്മെന്റ് നടത്തി ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്യേണ്ട കാര്യത്തിലോട്ട് പോകുമ്പോൾ ഏതാണ് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷങ്ങളാണ് ബാങ്കിലോട്ട് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോ EMI കുറയ്ക്കണോ അതല്ലെങ്കിൽ കാലാവധി ഇപ്പൊ 25 വർഷം എന്നുള്ളത് 20 വർഷം ആക്കണോ, 17 വർഷം ആക്കണോ? ഏതാണ് ഒരു നല്ല സ്ട്രാറ്റജി നമുക്ക് ഇൻട്രസ്റ്റ് പലിശ ലാഭിക്കാൻ? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലക്ഷങ്ങൾ ലാഭിക്കാൻ സാധിക്കും ഹോം ലോൺ റീപേ ചെയ്യുമ്പോൾ. സോ ദിസ് ഇസ് കിരൺ CS. Once again, welcome back to KCS classes. അപ്പൊ നമുക്ക് നേരെ എക്സൽ ഷീറ്റിലോട്ട് പോകാം. ഏത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എമൗണ്ട് പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഞാനൊരു 8% ഇട്ടിട്ടുണ്ട്. ടെന്വർ 25 വർഷവും ഇട്ടിട്ടുണ്ട്. ദെൻ ഇനി ഇവിടെ പ്രീപേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ 2 ഓപ്ഷൻസ് ആണ്. റെഡ്യൂസ് ടേം, നമ്മൾ കാലാവധി എന്ന് പറയുന്നത് കുറയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എത്ര എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ EMI നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ, കാലാവധി കുറയ്ക്കുന്നില്ല, കാലാവധി ഇപ്പോൾ 25 ആണെങ്കിൽ 25 തന്നെ കീപ്പ് ചെയ്യുന്നു. ദെൻ അതിന് പകരം EMI എമൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ പലിശ ഇനത്തിൽ എത്ര ലാഭിക്കാൻ സാധിക്കും. ദെൻ അതിനുശേഷം നമ്മൾ പ്രീപേയ്മെന്റിന്റെ പല ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീപേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ്, ഇയർലി ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അതല്ല റാൻഡംലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 15 മാസം കഴിഞ്ഞപ്പോൾ റാൻഡംലി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എമൗണ്ട് ഒരു 40 ലക്ഷം കൊടുക്കാം. ലോൺ എമൗണ്ട് ആയിട്ട് നമ്മൾ എടുത്തത് ഹോം ലോണിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ 40 ലക്ഷമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ എമൗണ്ട്, EMI, ഇതൊക്കെ 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ 40 ലക്ഷം നമ്മൾ എടുക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് 8%, 25 വർഷത്തേക്ക്. EMI നമുക്ക് വരാം 30,873 രൂപയാണ്. സോ അതിനെ തിരിച്ച് നമ്മൾ ടോട്ടലായിട്ട് അടയ്ക്കുമ്പോൾ അത് 92,61,795 രൂപയായിട്ട് മാറും. ഓക്കെ,
നമ്മൾ എടുത്ത എമൗണ്ടിൻ്റെ ഇരട്ടീനേക്കാൾ കൂടുതലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരിക. നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഇൻട്രസ്റ്റ് 52,61,795 രൂപയാണ്. ഓക്കെ, സോ നമ്മൾ പ്രീപേയ്മെന്റ് നടത്തുന്നില്ല, നോ പ്രീപേയ്മെന്റ് എങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കണ്ടത്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ EMI-യും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കൂടി നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ അതും കൂടിയും കാണാം. ഇപ്പുറത്ത് ഞാൻ 2 ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട്. സോ ഇതാണത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മന്ത് EMI 30,873 രൂപ അടയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റിലോട്ട് പോകുന്ന എമൗണ്ട് നിങ്ങളൊന്ന് നോക്കിയേ, 26,639 രൂപയാണ്. മെജോറിറ്റി എമൗണ്ട് പോകുന്നത് ഇൻട്രസ്റ്റിലോട്ടാണ്. പ്രിൻസിപ്പലിലോട്ട് വളരെ തുച്ഛമായ എമൗണ്ട് ആണ് പോകുന്നത്, 4,234. നോക്കിയേ, ഇനി നിങ്ങളൊരു വർഷം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിലും വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. 12ാമത്തെ മാസം നിങ്ങൾ 30,873 രൂപ അടയ്ക്കുമ്പോൾ അപ്പോഴും ഇൻട്രസ്റ്റ് ഇനത്തിലേക്ക് പോകുന്നത് 26,318, പ്രിൻസിപ്പലിലോട്ട് 4,555 രൂപ മാത്രം. നിങ്ങളുടെ അടയ്ക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഒരു വർഷം കഴിഞ്ഞാലും അവിടെ 39,43,081 രൂപയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും. അപ്പോൾ എപ്പോഴാണ്, ഏത് വർഷം എത്തുമ്പോഴാണ് നമ്മൾ അടയ്ക്കുന്ന EMI-യിൽ കൂടുതൽ എമൗണ്ട് പ്രിൻസിപ്പലിലോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഒരു 5 വർഷം ആകുമ്പോൾ എന്താ നോക്കണം, 60ാമത്തെ മാസം ആകുമ്പോൾ എന്താ അവസ്ഥ നോക്കട്ടെ. 5 വർഷം നിങ്ങൾ അടച്ചു, അപ്പോൾ ഒരു 60ാമത്തെ മാസം എത്തുമ്പോൾ EMI 30,873, 24,000 രൂപ, 24,606 രൂപ അവിടെ പോകുന്നത് ഇൻട്രസ്റ്റിലോട്ടാണ്. വെറും 6,000 സംതിങ് മാത്രമാണ് പ്രിൻസിപ്പലിലോട്ട് പോകുന്നത്. ഇനി നമുക്കതൊരു 10 വർഷം ആകുമ്പോൾ എന്താ അവസ്ഥ നോക്കാം. 120ാമത്തെ മാസം 120, നേരെ നമുക്ക് 120ലേക്ക് കടക്കാം. എന്താണെന്ന് 120ലോട്ട് പോകുമ്പോൾ 30,000 അടച്ചിട്ട് 30,873 രൂപ അടച്ചിട്ട് അതിൽ ഇൻട്രസ്റ്റിലോട്ട് പോകുന്നത് 21,573 രൂപയാണ്. 9,336 രൂപ മാത്രമാണ് അവിടെ പ്രിൻസിപ്പലിലോട്ട് പോകുന്നത്. എപ്പോൾ? 10 വർഷം കഴിഞ്ഞിട്ടും. ഇനി 15 വർഷം കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിലൊരു ചേഞ്ച് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാസം ഏകദേശം ഇപ്പോൾ 220 മാസമൊക്കെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറയണം. ഇൻട്രസ്റ്റ് 12,000 സംതിങ് 18,000 പ്രിൻസിപ്പലിലോട്ട് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനಕ್ಕೆ എത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കണ്ടോ, കാലാവധി ഏറ്റവും അവസാനം എത്തുമ്പോഴാണ് നമ്മുടെ പ്രിൻസിപ്പലിലോട്ട് കൂടുതൽ പോകുന്നതും ഇൻട്രസ്റ്റിലോട്ട് കുറച്ച് കുറവ് അവിടെ പോകുന്നതും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോൺ എടുത്ത് ആസ് യൂഷ്വൽ EMI അടച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് മുഴുവൻ ലോണിലോട്ട് അല്ല, പ്രിൻസിപ്പലിലോട്ടല്ല പോകുന്നത്, പലിശ ഇനത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പൊരു വീഡിയോ ചെയ്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ നമ്മൾ പ്രീപേ ചെയ്യാണ്. പ്രീപേ ചെയ്യുമ്പോൾ കാലാവധി എത്രത്തോളം കുറയും നമ്മൾ പ്രീപേ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ EMI എത്രത്തോളം കുറയും, ദെൻ ഏത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴാണ്, കാലാവധി കുറച്ച് മുന്നോട്ട് പോകുന്നതാണോ EMI കുറയ്ക്കുമ്പോഴാണോ നമുക്ക് പലിശ ഇനത്തിൽ കൂടുതൽ ലാഭം അല്ലെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ റാൻഡംലി നമ്മൾ എമൗണ്ട് പേ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. റാൻഡംലി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, റാൻഡംലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ, അപ്പോൾ നമ്മുടെ ടോട്ടൽ മന്ത്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളൊരു 10 മാസം കഴിഞ്ഞപ്പോൾ സെലക്ട് ചെയ്യട്ടെ കേട്ടോ. ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ 10ാമത്തെ മാസം ഒരു 5,000 രൂപ അടച്ചു വന്നിരിക്കുക. നമ്മൾ പ്രീപേയ്മെൻറ്റ് ജസ്റ്റ് ഒരു 5,000 അല്ലെങ്കിൽ വേണ്ട ഒരു 10,000 രൂപ അടച്ചു വന്നിരിക്കുക.
5000 ജസ്റ്റ് ചെറിയ ഫിഗർ നോക്കാം. 5000 രൂപ അടച്ചു നിൽക്കുക. 10ാമത്തെ മാസം നിങ്ങൾ 5000 രൂപ പ്രീപേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ ടോട്ടൽ ലോണിൽ സേവ് ചെയ്യാൻ സാധിച്ച എമൗണ്ട് എത്രയാന്ന് നോക്കിയേ. നിങ്ങൾ ടേം കുറയ്ക്കുകയാണെങ്കിൽ, കാലാവധി കുറയ്ക്കുകയാണ് എങ്കിൽ 29,093 രൂപ, 29,000 റുപ്പീസാണ് നിങ്ങൾക്ക് പലിശ ഇനത്തിൽ അവിടെ ലാഭിക്കാൻ സാധിക്കുക. ഇനി അവിടെ നിങ്ങൾ EMI ആണ് കുറയ്ക്കുന്നത്. കാലാവധി 25 തന്നെ വെക്കുകയാണെങ്കിൽ വെറും 6,288 രൂപ മാത്രമേ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് 5000 അല്ല കേട്ടോ, നമുക്കിത് 50,000 ഇട്ട് നോക്കാം. 50,000 രൂപയാണ് നമ്മൾ 10ാമത്തെ മാസം പ്രീപേ ചെയ്തിട്ടുള്ളതെന്ന് വരിക. നോക്കിയേ, 10ാമത്തെ മാസം നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 50,000 രൂപ ലോണിലോട്ട് പ്രീപേ ചെയ്തു. ആ പ്രീപേ ചെയ്തപ്പോൾ അവിടെ വന്ന മാറ്റം എന്താ, നിങ്ങളുടെ ടോട്ടൽ ടേം എന്ന് പറയുന്നത് 24 വർഷമായിട്ട് കുറഞ്ഞു. അതിലൂടെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിച്ച ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2,80,235 രൂപയാണ്. നേരെ മറിച്ച് നിങ്ങൾ ബാങ്കിനോട് പറയാണ്, അല്ലെങ്കിൽ ബാങ്ക് കൂടുതൽ ഇങ്ങോട്ട് പറയും, നിങ്ങളുടെ കാലാവധി 25 തന്നെ വെച്ചോ, നിങ്ങളുടെ EMI എമൗണ്ടിൽ നമുക്ക് കുറവ് അവിടെ വരും. നിങ്ങൾക്ക് നല്ലൊരു കാര്യമല്ല. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും, കാലാവധി 25 തന്നെ, EMI എമൗണ്ട് ഇപ്പം അടച്ചത് 30,873 ആണെങ്കിൽ അതിനേക്കാൾ കുറവാണ് വരാം. ബട്ട് അവിടെ നോക്കിയേ, നിങ്ങൾക്ക് അവിടെ പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുന്ന 62,877 രൂപ മാത്രമാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, റെഡ്യൂസ് ടേം, റെഡ്യൂസ് EMI. എങ്ങനെയാണ് അതിൻ്റെ ഇഫക്റ്റ് വരാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നോക്കിയേ, ഇപ്പോൾ കാണാണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇപ്പോൾ 40 ലക്ഷമാണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു, 10ാമത്തെ മാസം 50,000 രൂപ പ്രീപേ ചെയ്തു റാൻഡംലി, ഒരൊറ്റ പ്രാവശ്യം 10ാമത്തെ മാസം 50,000 രൂപ. സോ ടേം അവിടെ എന്തുണ്ടായി, 25 വർഷം എന്നുള്ളത് 24 വർഷമായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേട്ടോ. നോക്കിയേ, താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടേം എന്ന് പറയണത് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചു. 24 വർഷത്തേക്ക് നമുക്ക് 24 വർഷത്തിനുള്ളിൽ നമുക്കിത് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ടൈം. കണ്ടോ, ഏകദേശം നമുക്ക് 288ാമത്തെ മാസം ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ആവുകയാണ്. ഇനി നിങ്ങളിതിന് പകരം ജസ്റ്റ് 50,000 രൂപ പ്രീപേ ചെയ്തപ്പോൾ, ഇനി EMI നിങ്ങൾ റെഡ്യൂസ് EMIയിലോട്ടാണ് നമ്മൾ ഓപ്ഷൻ പോകുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ 10ാമത്തെ മാസം 50,000 രൂപ പ്രീപേ ചെയ്തു, നിങ്ങൾ 30,873 രൂപയാണ് EMI ഇതുവരെയായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നത്. 11ാമത്തെ മാസം ആവുമ്പോൾ നിങ്ങളുടെ EMI എമൗണ്ട് ബാങ്ക് പറയാം, നിങ്ങൾ പ്രീപേയ്മെൻറ്റ് 50,000 നൽകിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ EMI 30,482 രൂപ മാത്രമാണ്. അപ്പോൾ പലരും സന്തോഷിക്കും. ബട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പലിശ ഇനത്തിൽ വളരെ കുറവ് എമൗണ്ട് മാത്രമേ ലാഭിക്കാൻ സാധിക്കുന്നുള്ളൂ. ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. 62,877 രൂപ മാത്രമാണ് നമുക്ക് ലാഭിക്കാൻ സാധിക്കുക. ഓക്കെ, ഇനി ഇത് നമ്മൾ 10ാമത്തെ മാസം ചെയ്തപ്പോഴാണ് ഇത്ര എമൗണ്ട് ലാഭിക്കാൻ സാധിച്ചത്. നിങ്ങളിത് ഒരു 60ാമത്തെ മാസമാണ് 50,000 രൂപ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വഴി ലാഭിക്കാൻ സാധിക്കുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. ഇപ്പോൾ 60ാമത്തെ മാസം 50,000 പ്രീപേ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുന്നത് ടേം കുറഞ്ഞു, 1,89,237 രൂപയാണ് ലാഭിക്കാൻ സാധിക്കുക. പലിശ ഇനത്തിലോ 50,000 EMI അവിടെ കുറച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ടെന്നൂർ സെയിം ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ 50,000 മാത്രമേ ലാഭിക്കാൻ സാധിക്കുള്ളൂ. ഇത് നിങ്ങൾ 120ാമത്തെ മാസമാണ് ഈ 50,000 പ്രീപേ ചെയ്യണമെങ്കിലോ അത്രത്തോളം വീണ്ടും കുറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നേരത്തെ പ്രീപേയ്മെൻറ്റ് നിങ്ങൾ നടത്തുന്നു അത്രത്തോളം നമുക്ക് ബെനഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് റാൻഡംലി ചെയ്യുന്ന
കേസാണ്. ഇനി നെക്സ്റ്റ് ഒരൊറ്റ EMI ഇയർലി നമ്മൾ പ്രീപേ ചെയ്യുകയാണെന്ന് വരിക. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്കൊന്ന് നോക്കാം. ഒറ്റ EMI കേട്ടോ. ഇപ്പോൾ 30,873 നമ്മൾ ഓരോ വർഷം എക്സ്ട്രാ EMI നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ അവിടെ നോക്കിയുണ്ടാവുന്നത് നമ്മുടെ ടെന്യൂർ 20 വർഷമായിട്ട് കുറയും. 25 വർഷത്തെ ലോൺ 20 വർഷം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പലിശ ഇനത്തിൽ നമുക്ക് 11,62,449 രൂപ ലാഭിക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ടെന്യൂർ 25 വർഷം അവിടെ വെച്ച് EMI കുറച്ചോ എന്ന് ബാങ്ക് പറയുമ്പോൾ അത് കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പലരും അത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് അവിടെ പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുന്നത് 4,47,236 രൂപ മാത്രമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നോക്കിയേ, നമ്മൾ അതിൻ്റെ ഇഫക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ഓരോ വർഷവും നമുക്ക് കണ്ടോ 12ാമത്തെ മാസം 30,873 നമ്മൾ അടയ്ക്കുകയാണ് പ്രീപേയ്മെൻറ്റ്. ഇനി അടുത്ത 24ാമത്തെ മാസം വീണ്ടും 30,873 രൂപ. അപ്പോൾ ഓരോ വർഷം എക്സ്ട്രാ EMI നമ്മൾ ഓരോന്ന് അടയ്ക്കുമ്പോൾ നമുക്കത് 20 വർഷം കൊണ്ട് നമ്മുടെ എൻറ്റയർ ലോൺ നമുക്ക് അടച്ചു വിട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വിതിൻ 20 years കണ്ടോ, 240ാമത്തെ മാസമായപ്പോഴേക്കും നമ്മുടെ ലോൺ ഫിനിഷ് ചെയ്തു. ഇതാണ് പ്രീപേയ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തിയാൽ ഉണ്ടാകുന്ന ഗുണം. 25 വർഷത്തെ ലോൺ നമുക്ക് വെറും 20 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ബട്ട് നമ്മൾ EMI റെഡ്യൂസ് ചെയ്തു എങ്കിൽ ടൈം സെയിം ആയിട്ട് തന്നെ അവിടെ വെച്ചു. EMI ആണ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം നോക്കാം നമുക്ക്. 12ാമത്തെ മാസം കഴിയുമ്പോൾ 30,873 ഉണ്ടായിരുന്ന EMI 30,631 രൂപയായിരിക്കും. ഇനി 24ാമത്തെ മാസം ആകുമ്പോൾ നമ്മുടെ EMI എന്ന് പറയുന്നത് വീണ്ടും കുറയും. 30,631 നിന്ന് 30,386 ആവും. അപ്പോൾ പലപ്പോഴും ബാങ്ക് EMI ഓരോ വർഷം നമ്മൾ പ്രീപേയ്മെന്റ് ചെയ്യുമ്പോൾ കുറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. ബട്ട് വളരെ കുറവ് മാത്രമേ നമുക്ക് അതിലൂടെ ലാഭിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ടെന്യൂർ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് പലിശ ഇനത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും ഹെൽപ്പ് നൽകുന്നത്. ഇപ്പോൾ ഈ 30,873 ഇയർലി അടയ്ക്കുന്നതിന് പകരം നമ്മളിപ്പോൾ ഇത് ഇരട്ടി EMI ഒരു 70,000 ഇപ്പോൾ 60,000 സംതിങ് അടയ്ക്കാമെന്ന് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഈക്വൽ ഇൻറ്റു 2 എന്താണ് വ്യത്യാസം? നിങ്ങൾ 2 EMI 61,746 രൂപ ഇയർലി നമ്മൾ പ്രീപേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 25 വർഷത്തെ ഹോം ലോൺ 17 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യും. അതിലൂടെ നമുക്ക് 18,57,10 രൂപ നമുക്ക് പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കും. ബട്ട് EMI കുറച്ച് ടെന്യൂർ സെയിം ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ 8,94,472 രൂപ മാത്രമേ ലാഭിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നോക്കിയേ, ഇപ്പോൾ കൂടുതൽ പേ ചെയ്യുമ്പോൾ നമ്മുടെ ലോൺ 17 വർഷം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. 17 വർഷം പ്രീപേയ്മെൻറ്റ് കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. കണ്ടോ, 204ാമത്തെ മാസം ആകുമ്പോഴേക്കും നമ്മുടെ ലോൺ ഫിനിഷ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ലോൺ പ്രീപേ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം. ബട്ട് ഒരുപാട് വ്യക്തികൾ ഇപ്പോഴും ചെയ്യുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ പലരും പ്രീപേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ടെന്യൂർ അവിടെ സെയിം ആയിട്ട് വയ്ക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യരുത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ബാങ്ക് പറയും നിങ്ങളുടെ EMI ഇനി അടുത്ത മാസം തൊട്ടിട്ട് കുറവാണ്, നിങ്ങൾ പ്രീപേ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ബാങ്കിനോട് പറയണം എൻ്റെ EMI എമൗണ്ട് ഈ സെയിം തന്നെ വെച്ചാൽ മതി, ഞാൻ സെയിം എമൗണ്ട് അടച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം കൂടുതൽ ടൈം പീരീഡ് കൊണ്ട് നമ്മുടെ ലോൺ അടച്ചു വിട്ടാൻ സാധിക്കുന്നു അതായിരിക്കും എൻ്റെ ഓപ്ഷൻ എന്നുള്ളത് പറയാം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഇതിനേക്കാൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തതാണ്. 25 വർഷത്തെ ഹോം ലോൺ 10 വർഷം കൊണ്ട് അടച്ചു വീട്ടുന്ന ഒരു വീഡിയോ. അതൊരുപാട് പേർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ ഹോം ലോൺ 40 ലക്ഷം രൂപയല്ല പറഞ്ഞത്, നമ്മൾ 40 ലക്ഷമാണ് എങ്കിൽ 40 ലക്ഷം ഹോം ലോൺ. സോ ഞാനിതിൽ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്,
എക്സ്ട്രാ EMI ഓരോ വർഷവും പേ ചെയ്യുക. ദെൻ EMI എമൗണ്ട് 10% കൂടുതലല്ല എല്ലാ വർഷവും അടയ്ക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 25 വർഷത്തെ ഹോം ലോൺ വെറും 10 വർഷം കൊണ്ട് അടച്ച് വീട്ടാൻ സാധിക്കും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതിനേക്കാൾ മുമ്പുള്ള നിങ്ങൾക്ക് അതിലൂടെ സേവ് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം എമൗണ്ടാണ്. നോക്കിയേ, ഈ ഓപ്ഷൻ ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 25 വർഷത്തെ ഹോം ലോൺ നമുക്ക്, അതാണ് ഏറ്റവും ഒരു ബെസ്റ്റ് ഒരു സ്ട്രാറ്റജി എനിക്ക് പറഞ്ഞു തരാനുള്ള കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 10ാമത്തെ വർഷം ആയപ്പോഴേക്കും നമ്മുടെ ഉണ്ടാവും 120ാമത്തെ മാസം ആയപ്പോഴേക്കും ഹോം ലോൺ ഫിനിഷ്ഡ്. ദിസ് ഇസ് ബെസ്റ്റ് സ്ട്രാറ്റജി. ഓരോ വർഷവും എക്സ്ട്രാ EMI, ദെൻ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ EMI ഒരു 10% കൂടുതൽ അടയ്ക്കുക. അതിലൂടെ ഉണ്ടാകുന്ന അത് എപ്പോഴും സാധ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശമ്പളത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവുന്നതാണ് ഇൻഫ്ലേഷൻ കൊണ്ട് തന്നെ. സോ ഈ ഒരു മിക്സഡ് സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 25 വർഷത്തെ ഹോം ലോൺ 10 വർഷം കൊണ്ട് വീട്ടാൻ സാധിക്കും. ഞാനിതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഇങ്ങനെ വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. കാരണം അത് മാത്രമല്ല, ചിലർ ഈ അബദ്ധവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെന്നൂർ അങ്ങനെ തന്നെ വെക്കാം, EMI കുറവല്ലേ, അപ്പം അത്രത്തോളം നമുക്ക് EMI കുറച്ച് അടച്ചാൽ മതിയല്ലോ, മാസം അത്രത്തോളം ഒരു റിലീഫ് കിട്ടില്ലേ, നല്ലൊരു സ്ട്രാറ്റജിയാണോ? നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുന്നത് വളരെ കുറവാണ്. എപ്പോഴും ടെന്നൂർ കുറയ്ക്കുക, പ്രീപേയ്മെൻ്റ് ഏറ്റവും നേരത്തെ ആക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. സോ അതിനാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 40 ലക്ഷം എടുത്തിട്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ 52 ലക്ഷം അടച്ച് ടോട്ടൽ 92 ലക്ഷമൊക്കെയാണ് നിങ്ങൾ ബാങ്കിലോട്ട് അടയ്ക്കുന്നത്. അപ്പം നമ്മൾ ഏൺ ചെയ്യുന്ന ഹാർഡ് ഏൺ മണി ബാങ്കിലോട്ട് വെറുതെ കളയരുത്. തിങ്ക് ചെയ്യുക, നല്ല ഡിസിഷൻ എടുക്കുക, പെട്ടെന്ന് തന്നെ ഹോം ലോൺ അടച്ചു വീട്ടുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള കമൻറ്റും പലരും എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജിൻ്റെ ബേസിലാണ് ഞാൻ പുതിയൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം. പലരും ഇങ്ങനെ കൺഫ്യൂഷൻ, ടൈം കുറയ്ക്കണോ, EMI ഇങ്ങനൊരു വന്നു, ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.